വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മിസ് വേൾഡ് ആരാണ്? 2025 മിസ് വേൾഡ് ഒപ്പാൽ സുജാത ചുങ്ശ്രീ. ആരാണ്? ഒപ്പാൽ സുജാത ചുങ്ശ്രീ. ഇവർ തായ്ലൻഡുകാരിയാണ്. 2025 മിസ് വേൾഡ് ഒപ്പാൽ സുജാത ചുങ്ശ്രീ. ഒപ്പാൽ സുജാത ചുങ്ശ്രീ. ഇവർ തായ്ലൻഡുകാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഗർ ഫയർ 500 ഇയേഴ്സ് ഓഫ് ടൈഗർ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? വാൽമീക് ദാപ്പർ ആണ്. ഇദ്ദേഹം കടുവാ സംരക്ഷകനും അതുപോലെ തന്നെ എന്താ പറയാ പരിസ്ഥിതി പ്രവർത്തകനൊക്കെയാണ്. ഇദ്ദേഹം ഈ അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം രചിച്ച ഈ പുസ്തകം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കുക. ടൈഗർ ഫയർ 500 ഇയേഴ്സ് ഓഫ് ടൈഗർ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് വാൽമീക് ദാപ്പർ ആണ്. അടുത്ത ചോദ്യം, 81ാമത്തെ അയാട്ട ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? 81ാമത്തെ അയാട്ട ഉച്ചകോടി. അയാട്ടയുടെ പൂർണ്ണ രൂപം അറിയാത്തവർ ശ്രദ്ധിച്ചോളൂ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അതിന്റെ വേദി എന്താ പറയുന്നത്? 81ാമത്തെ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. അപ്പൊ ഇന്ത്യയാണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത്തെ ഉച്ചകോടിക്ക് വേദിയായത്. ഇന്ത്യയിലെ ഡൽഹിയാണെന്ന് മനസ്സിലാക്കാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. അടുത്തത്, കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ്? വാഴ്വേ മായം. 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാഴ്വേ മായമാണ്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ ആരാണ്? ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ആണ്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് മത്സരത്തിലെ ജേതാക്കൾ ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ആണ്. 78ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാംഡിയോർ പുരസ്കാരം നേടിയ ഇറാനിയൻ സംവിധായകൻ ആരാണ്? ജാഫർ പനാഹി. 78ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാംഡിയോർ പുരസ്കാരം നേടിയ ഇറാനിയൻ സംവിധായകൻ ആരാണ്? ജാഫർ പനാഹി. ചിത്രത്തിന്റെ പേരും കൂടി ഒന്ന് ഓർക്കുക. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നാണ് ജാഫർ പനാഹിയുടെ ആ ചിത്രം കേട്ടോ. അപ്പൊ സംവിധായകനാണ് ജാഫർ പനാഹി എന്നും ഓർക്കണം. 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ത്? 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും. പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും എന്നതാണ് 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. ഓർക്കണം കേട്ടോ. ഇനി അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 2 ഘട്ടം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ, കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായി ലിയോ 14 തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ എത്ര കർദിനാൾമാരാണ് പങ്കെടുത്തത്? 133. കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായി ലിയോ 14 തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ എത്ര കർദിനാൾമാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? 133 എന്ന് ഓർക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ജനാസു. ഉത്തരാഖണ്ഡിലെ ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഉത്തരാഖണ്ഡിലാണ്. തുരങ്കത്തിന്റെ പേര് ജനാസു തുരങ്കം എന്നാണ്. അന്താരാഷ്ട്ര ഡിസൈൻ ഡേ എന്നാണ്. ഇന്റർനാഷണൽ ഡിസൈൻ ഡേ എന്നാണ് ഏപ്രിൽ 27. ഇന്റർനാഷണൽ ഡിസൈൻ ഡേ എന്നാണ് ഏപ്രിൽ 27 ആണ്.
രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം, ഫസ്റ്റ് പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം ഇൻ ഇന്ത്യ എവിടെയാണ് തുടങ്ങിയത്? എവിടെ ആരംഭിച്ചത്? ഗോവ. രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം വന്നത് എവിടെയാണ്? ഗോവയിലാണ്. അടുത്തത്, രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം 2025 മെയ് 2 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയാണ്? വിഴിഞ്ഞത്താണ്. നമുക്കറിയുന്നതാണ്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം അവസാനിച്ചതിന്റെ 50-ാം വാർഷികമായിരുന്നു 2025 ഏപ്രിൽ 30? ഏതായിരുന്നു? വിയറ്റ്നാം യുദ്ധം. ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം അവസാനിച്ചതിന്റെ 50-ാം വാർഷികമായിരുന്നു 2025 ഏപ്രിൽ 30-ന്? ഏതായിരുന്നു? വിയറ്റ്നാം യുദ്ധം. കാനഡയിൽ തുടർച്ചയായി എത്രാം തവണയാണ് ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയത്? 4-ാമത്തെ തവണ. കാനഡയിൽ തുടർച്ചയായി എത്രാമത്തെ തവണയാണ് ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയത്? 4-ാമത്തെ തവണ. അടുത്ത ചോദ്യം, ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4-ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ US സംസ്ഥാനം ഏത്? കാലിഫോർണിയ. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4-ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ US സംസ്ഥാനം ഏതാണ്? കാലിഫോർണിയ ട്ടോ. ഇനി അടുത്തത്, കാലിഫോർണിയക്ക് മുന്നിൽ ആരാന്നുള്ളതെന്ന് ഒന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് US കൺട്രി, നെക്സ്റ്റ് വൺ ജർമ്മനി, നെക്സ്റ്റ് വൺ ചൈന കേട്ടോ. US, ജർമ്മനി, ചൈന. 4th പൊസിഷനിൽ ജപ്പാനായിരുന്നു. ഇപ്പൊ US തന്നെ കാലിഫോർണിയ ആണ് 4th പൊസിഷനിൽ ഉള്ളതെന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2025 പ്രസിദ്ധീകരിച്ച ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151 ആണ്. ഏതാണ്? 151. 1-ാം സ്ഥാനം. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം പറയണ്ടേ? നോർവേ ആണ് ഉത്തരം പറയണ്ടേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യം. അപ്പോ നമ്മള് ആഴ്ചയിൽ ഒരു 2 ക്ലാസ് വെച്ചിട്ടാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ ഭംഗിയായിട്ട് വായിച്ചും അല്ലെങ്കിൽ കേട്ടും എഴുതിയെടുത്തൊക്കെ ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇതുപോലെ നല്ല ക്ലാസ്സുകളുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം കേട്ടോ.